അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിൽ അജ്മഈൻ. അമ്മാ ബാദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, വിമർശനങ്ങളെ അതിജീവിച്ച പ്രവാചകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അതേ അള്ളാഹുവിൻ്റെ ദീനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും ലോകം മുഴുവൻ അധിക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം അന്വേഷിച്ചു പോയാൽ നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ ഏറ്റവും അധികം വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. അങ്ങനെയാണ് പുതിയ കണക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എക്കാലത്തും ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന യൂറോപ്പ് രാജ്യവും അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന ശക്തികളാണെന്ന് നമ്മൾ ഓർക്കുക. ഇസ്ലാമിനെ തകർക്കുന്നതിനും വേണ്ടി കൂട്ടർ സ്വീകരിച്ചിട്ടുള്ള ഒരു മാർഗമാണ് പരിശുദ്ധ പ്രവാചകനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പരമാവധി പ്രവാചകനെ മോശക്കാരനായി ചിത്രീകരിക്കുകയും അതുവഴി കള്ളക്കഥകൾ കെട്ടിച്ചുമച്ചുണ്ടാക്കുകയും അതുവഴി ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമവും. എന്നാൽ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പ്രവാചകന്റെ കാലം മുതൽ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുള്ള വ്യക്തിത്വമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. എന്നാൽ അവരുന്നയിക്കുന്ന വിമർശനങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ യാഥാർത്ഥ്യം അറിയാൻ ശ്രമിക്കാതെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന പലരും നടത്തിയ ജൽപ്പനങ്ങളായി മാത്രമേ നമുക്കവയെ കാണാൻ കഴിയുകയുള്ളൂ. അതേ പ്രവാചകൻ മുഹമ്മദ് നബിക്കെതിരെ വിമർശകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട 12 വിമർശനങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും നമുക്കിവിടെ പരിശോധനാ വിധേയമാക്കാം. ഒന്നാമത്തെ ആരോപണം പ്രവാചകൻ ഒരു സ്വച്ഛാധിപതിയായിരുന്നു. എന്നാൽ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്കത് എവിടെയും കാണാൻ കഴിയുകയില്ല. മറിച്ച് വിട്ടുവീഴ്ചയുടെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാനിച്ച് പ്രവാചകൻ തൻ്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തിയതും നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും സുപ്രധാനമായ യുദ്ധവേളയിൽ പോലും പ്രവാചകൻ തൻ്റെ അനുചരന്മാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാനിച്ച് പ്രവാചകൻ തൻ്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബദർ യുദ്ധത്തിൻ്റെ വേളയിൽ സംഘടിച്ചെത്തിയ ശത്രുക്കളെ നേരിടാനായി ബദറിലേക്ക് കുതിച്ച സ്വഹാബികൾ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ജലാശയത്തിനടുത്ത് താവളമടിച്ചു. എന്നാൽ ആ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഉബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തെ മാനിച്ച് പിന്നീട് അവിടെ നിന്ന് താവളം മാറ്റുന്നതും നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനെ കുറിച്ചുള്ള മറ്റൊരു ആരോപണം പ്രവാചകൻ ഒരു അധികാരമോഹിയായിരുന്നു. അധികാരമോഹം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അധികാരം കരസ്ഥമാക്കി സുഖസമൃദ്ധമായി ജീവിക്കാനുള്ള മോഹമാണല്ലോ അധികാരമോഹം എന്ന് പറഞ്ഞാൽ. എന്നാൽ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്കത് എവിടെയും കാണാൻ കഴിയുകയില്ല. മുഹമ്മദ് നബിക്ക് അധികാരം ലഭിച്ചതിന് ശേഷവും ഈന്തപ്പനയോലയിൽ കടന്നുറങ്ങുകയും സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും ചെരുപ്പ് തുന്നുകയും ആടിനെ കറക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ഭരണാധികാരി എന്ന നിലയിലോ, ഒരു പിതാവ് എന്ന നിലയിലോ, ഒരു ഭർത്താവ് എന്ന നിലയിലോ, ഒരു സഹോദരൻ എന്ന നിലയിലോ പ്രവാചകനിൽ ഉത്തമ മാതൃക കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് മൈക്കേച്ച് ഹാർട്ട് എന്ന ക്രൈസ്തവനായ ശാസ്ത്രകാരൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 മഹത്തായ വ്യക്തികളെ കുറിച്ചൊരു ഗ്രന്ഥം തയ്യാറാക്കിയപ്പോൾ അതിൽ 1ാം സ്ഥാനം നൽകിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. എന്നാൽ ആ പ്രവാചകനേക്കാൾ നല്ല മാതൃക ലോകത്ത് മറ്റൊരാളിലും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ, ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ പിൻപറ്റി മോമിനായി ജീവിച്ച് ഈമാനോടെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.